നാടിനെ നടുക്കിയ തൃശൂർ തളിക്കുളം ഷാഹിദ കൊലക്കേസിൽ ഭർത്താവിന് ജീവപര്യന്തം. കാട്ടൂർ പണിക്കർമൂല സ്വദേശി മുഹമ്മദ് ആസിഫ് അസീസിനെ ഇരിങ്ങാലക്കുട അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി കഴിഞ്ഞ ദിവസം കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിരുന്നു. ജീവപര്യന്തം തടവിനു പുറമെ 1,51,500 രൂപ പിഴ ഒടുക്കാനും കോടതി ശിക്ഷിച്ചു. ഇരിങ്ങാലക്കുട അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി വിനോദ് കുമാർ എന്നാണ് ശിക്ഷ വിധിച്ചത്. കുടുംബവഴക്കിനെ തുടർന്നായിരുന്നു കൊലപാതകം. രണ്ടാമത്തെ കുട്ടിയെ പ്രസവിച്ച് 18 ദിവസം മാത്രമായിട്ടുള്ള ഷാഹിദയെയാണ് പ്രതിയായ ഭർത്താവ് വെട്ടിക്കൊലപ്പെടുത്തിയത്. ബാഗിൽ ഒളിപ്പിച്ചുകൊണ്ടുവന്ന വാളുപയോഗിച്ച് ഷാഹിദയെ അതിക്രൂരമായി വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. തടയാൻ ചെന്ന ഷാഹിദയുടെ പിതാവ് നൂറുദ്ദീന്റെ തലയ്ക്ക് മുഹമ്മദ് ആസിഫ് വെട്ടി. ഷാഹിദയുടെ മാതാവിനെ ഉപദ്രവിക്കുകയും ചെയ്തു. മോനിസ് വക്കീല് എല്ലാവരോടും വളരെ നന്ദി. ഞങ്ങളെ കേസ് ഇത്രയും നല്ല രീതിയിൽ ഞങ്ങളുടെ മോൾ പോയതിന് പകരമൊന്നും ആവില്ല. എന്നാലും ഞങ്ങൾക്ക് വേണ്ടി ഇത്രയൊക്കെ സഹകരിച്ച എല്ലാ സാറന്മാരോടും അമ്മമാരോടും ഞങ്ങൾക്ക് വളരെ കടപ്പാടും നന്ദിയുണ്ട്. വേണ്ടി സഹായങ്ങളൊക്കെ എല്ലാവരും ചെയ്തു തരാം. പെണ്ണു മക്കൾക്ക് ഞങ്ങൾ സുരക്ഷിതമായിട്ട് വളർത്തണം. ഞങ്ങൾക്ക് ഇനിയുള്ള ജീവിതം മക്കൾക്ക് വേണ്ടിയിട്ട് നല്ല സംരക്ഷണം കൊടുക്കണം. ഞങ്ങൾക്ക് അതിന് വേണ്ടി സഹായിച്ച എല്ലാവർക്കും വളരെ നന്ദി. തീരാത്ത നന്ദി. വിധിയിൽ സന്തുഷ്ടരാണോ നിങ്ങള്? വീട്ടില് കുഴപ്പമില്ല. രണ്ട് പെൺകുട്ടികളൊരു മോളെ കൊടുത്ത് അവർക്ക് സുഖമായി അവിടെ ജീവിക്കുന്നു. ഒരുപാട് വിധിയിൽ സന്തോഷം എന്ന് വെച്ചാൽ നമ്മളെ മോൾ പോയാലും വല്ലാതാവില്ല. എന്നാൽ ഇത്രയും ശിക്ഷ അവർക്ക് അല്ലെങ്കിലും സന്തോഷപ്പെടണം. ഗുരുതരമായി പരിക്കേറ്റ ഷാഹിദ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ അടുത്ത ദിവസം മരണപ്പെടുകയായിരുന്നു. കേസിൽ പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും 58 സാക്ഷികളെ വിസ്തരിക്കുകയും 97 രേഖകളും 24 തൊണ്ടിമുതലുകളും ഹാജരാക്കുകയും ചെയ്തിരുന്നു. 58 സാക്ഷികളെ വിസ്തരിക്കുകയും 97 രേഖകളും 24 തൊണ്ടിമുതലുകളും കോടതി തെളിവിൽ സ്വീകരിച്ചിട്ടുള്ളതാണ്. ഈ കേസിൽ പ്രോസിക്യൂഷന് വേണ്ടിയിട്ട് അഡ്വക്കേറ്റ് ജോജി ജോർജും അദ്ദേഹത്തിനെ സഹായിക്കാനായിട്ട് അഡ്വക്കേറ്റ് പൗലോസ്, അഡ്വക്കേറ്റ് PA ജെയിംസ്, അഡ്വക്കേറ്റ് എബിൻ ഗോപുരൻ, അഡ്വക്കേറ്റ് അൽജോ ആന്റണി, സൗമ്യ TG എന്നിവരും പ്രോസിക്യൂഷന്റെ എയ്ഡ് പോലീസ് ഉദ്യോഗസ്ഥന്മാരായ ശ്രീ വിനീത്, വിനീഷ്, ശ്രീ ബിജു, ശ്രീ നിഫാത്ത്, അതുപോലെ തന്നെ എക്സൈസ് ഉദ്യോഗസ്ഥനായ ശ്രീ വിപിൻ എന്നിവരും പ്രോസിക്യൂഷനെ കാര്യമായി സഹായിച്ചിട്ടുണ്ട്. ഈ കേസിൽ കോടതി ശ്രീ അഡീഷണൽ ജില്ലാ ജഡ്ജിയുടെ ശരിയായ ഒരു ഫൈൻഡിംഗ് ആണ്, ശരിയായ ഒരു വിധി പ്രഖ്യാപനമാണ് നടന്നിട്ടുള്ളത്. ഈ കാര്യത്തിൽ കുടുംബത്തിന് അവരുടെ മകൾ നഷ്ടപ്പെടുന്ന ഒരു കേസാണ് ഇതിലുണ്ടായിട്ടുള്ളത്. ആ കൊലപാതകത്തിലൂടെ ആ ഹർഷിതയുടെ 2ഉം 4ഉം വയസ്സ് പ്രായമുള്ള കുട്ടികൾ അനാഥരാവുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ കേസിൽ പ്രതിയുടെ പേര് മുഹമ്മദ് അസീഫ് എന്നാണ്. ഭർത്താവ് തന്നെയാണ് ഭാര്യ ഹർഷിതയെ കൊലപ്പെടുത്തിയിട്ടുള്ളത്. കൂടാതെ ഹർഷിതയുടെ പിതാവിനെ വെട്ടി പരിക്കേൽപ്പിക്കാൻ വേണ്ടി ഒരു കൊലപാതക ശ്രമത്തിനും കോടതി കുറ്റം കണ്ടിട്ടുണ്ട്. പ്രോസിക്യൂഷനു വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ജോജി ജോർജ് ജെയിംസ് PA, എബിൻ ഗോപുരൻ, അൽജോ P ആന്റണി എന്നിവർ ഹാജരായി. The biggest luxurious convention center, SK Palace, grand opening soon. വിവാഹാഘോഷങ്ങൾക്ക് രാജകീയ പ്രൗഢിയിൽ വേദിയൊരുക്കാൻ കമനീയവും അതിവിശാലവുമായ SK Palace കാട്ടൂർ എടത്തിരുത്തി സിറാജ് നഗറിൽ ഒരുങ്ങിക്കഴിഞ്ഞു. നിങ്ങളുടെ മനസ്സിലിണങ്ങിയ ബഡ്ജറ്റിൽ എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടി ആഘോഷങ്ങൾക്ക് വർണ്ണ പൊലിമയേകാൻ SK Palace ഇനി കൂടെയുണ്ട്. AC നോൺ AC ഹാളുകളുടെ ബുക്കിംഗ് ആരംഭിച്ചിരിക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 10 വധുവരന്മാർക്ക് മൂന്നാറിൽ അടിപൊളി ഹണിമൂൺ പാക്കേജ് ഫ്രീ ആയി സ്വന്തമാക്കാം. ബുക്ക് യുവർ ഡേറ്റ്സ് നൗ. വരൂ, ആഘോഷങ്ങൾ നമുക്ക് ഇവിടെ നിന്നും തുടങ്ങാം. SK Palace കൺവെൻഷൻ സെന്റർ, സിറാജ് നഗർ, എടത്തിരുത്തി, തൃശൂർ. You're watching True Line News.